ഹായ് ഫ്രണ്ട്സ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഹോൾഡിംഗ് സർക്യൂട്ട് അല്ലെങ്കിൽ ലാച്ചിങ് സർക്യൂട്ട് എന്താണ് എന്നുള്ളതാണ്. നമ്മളൊരു പുഷ് ബട്ടൺ വഴി ഒരു എന്തെങ്കിലും ഒരു ലോഡ് ഓൺ ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പുഷ് ബട്ടൺ കൈയെടുത്ത് കഴിഞ്ഞാലും അത് ഓണായി തന്നെ നിൽക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. അതിന് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സർക്യൂട്ടാണ് ഹോൾഡിംഗ് സർക്യൂട്ട് അല്ലെങ്കിൽ ലാച്ചിങ് സർക്യൂട്ട്. നമുക്ക് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നോക്കിയിട്ടും എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ വീഡിയോയും നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നോക്കാം. ഒരു ബേസിക് ഹോൾഡിംഗ് അല്ലെങ്കിൽ ലാച്ചിങ് സർക്യൂട്ടാണ് ഇത്. ഇതിൽ ഫേസ് എടുത്തിട്ട് കൺട്രോൾ MCB വഴി ഒരു സ്റ്റോപ്പ് പുഷ് ബട്ടണിലേക്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് പുഷ് ബട്ടണിൽ നിന്നും അത് സ്റ്റാർട്ട് പുഷ് ബട്ടണിലേക്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് പുഷ് ബട്ടൻ്റെ NC എലമെൻറ്റും സ്റ്റാർട്ട് പുഷ് ബട്ടൻ്റെ NO എലമെൻറ്റുമാണ്. അത് കഴിഞ്ഞ് സ്റ്റാർട്ട് പുഷ് ബട്ടണിൽ നിന്നും കോണ്ടാക്ടറിൻ്റെ കോയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഫേസ് MCB വഴി കോണ്ടാക്ടറിൻ്റെ കോയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റാർട്ട് പുഷ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ MCBയിൽ വഴി വന്ന് സപ്ലൈ സ്റ്റോപ്പ് പുഷ് ബട്ടൺ വഴി കോണ്ടാക്ടറിൻ്റെ കോയിലേക്ക് കിട്ടും. ന്യൂട്രൽ ഓൾറെഡി കൊടുത്തത് കൊണ്ട് അത് കോണ്ടാക്ടർ ഓൺ ആവും. ഇനി സ്റ്റാർട്ട് പുഷ് ബട്ടൺ റിലീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഈ കോണ്ടാക്ടറിൻ്റെ NO വഴി നമ്മൾ കോണ്ടാക്ടറിൻ്റെ കോയിലേക്ക് ഒരു ബൈപ്പാസ് ചെയ്തിട്ട് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുവഴി ഈ പുഷ് ബട്ടൺ റിലീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും പുഷ് ബട്ടണിൽ കൈയെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ കോണ്ടാക്ടറിൻ്റെ NOയിലൂടെ നമുക്ക് കോണ്ടാക്ടറിൻ്റെ കോയിലേക്ക് സപ്ലൈ കിട്ടും. അപ്പോൾ നമ്മൾ പുഷ് ബട്ടൺ കൈയെടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഓണായി തന്നെ നിൽക്കും. കോണ്ടാക്ടറിൻ്റെ കോയിൽ കോണ്ടാക്ടർ ഓണായി തന്നെ നിൽക്കും. അപ്പോൾ അങ്ങനെയാണ് ഒരു ഹോൾഡിംഗ് സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ലാച്ചിങ് സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്റ്റോപ്പ് പുഷ് ബട്ടൺ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ സപ്ലൈ ഇവിടെ കട്ടാവും. MCBയിലൂടെ വന്ന സപ്ലൈ ഇവിടെ കട്ടാവുകയും ഈ സ്റ്റോപ്പ് പുഷ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് പിന്നെ അത് കട്ടായിട്ട് ഈ സൈഡിലേക്ക് പിന്നെ സപ്ലൈ പോവില്ല, ഇലക്ട്രിക്കൽ സപ്ലൈ പോവില്ല. അപ്പോൾ അതുവഴി അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അൺലാച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ പവർ ടെർമിനലിൽ ഞാൻ അതിൻ്റെ ഫസ്റ്റിലെ NO ടെർമിനലിൽ ഫേസ് കൊടുത്തിട്ടുണ്ട്. ഫേസ് കൊടുത്തിട്ട് അതിൻ്റെ രണ്ടാമത്തെ NO ടെർമിനലിൽ നിന്നും ബൾബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോണ്ടാക്ടർ ഓൺ ആകുന്ന സമയത്ത് ഇത് ക്ലോസ് ആവുകയും ഈ കണക്ഷൻ ക്ലോസ് ആവുകയും ആ ബൾബ് ഓൺ ആവുകയും ചെയ്യും. ശരിക്കും ഇതിങ്ങനെയല്ല കൊടുക്കേണ്ടത്. ശരിക്കും ഈ കൺട്രോൾ MCB വഴിയല്ല ഈ പവർ ടെർമിനലിലേക്ക് കൊടുക്കുന്ന കണക്ഷൻ കൊടുക്കേണ്ടത്. അത് ഞാൻ ഇതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കൊടുത്തതാണ്. ജസ്റ്റ് ഇത് ഇങ്ങനെ ചെറിയൊരു ബൾബ് മാത്രം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തത്. ഇത് ആക്ച്വലി ഫേസ് എടുത്തിട്ട് നേരെ ഇതിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൊട്ടക്ഷൻ ഡിവൈസ് ഏതാണോ കൊടുക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നേരെ കൺട്രോൾ MCB വഴിയല്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ പവർ ടെർമിനലിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണിച്ച പോലെ ഞാൻ ഇത് വയറിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ട് പുഷ് ബട്ടൺ. ഇതിൽ NO എലമെൻ്റ് ആണുള്ളത്. ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള കണക്ഷൻ ഇവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അതായത് അത് കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇത് സ്റ്റോപ്പ് പുഷ് ബട്ടൺ. ഇതിന് NC എലമെൻ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന കണക്ഷൻ ഇവിടെ എപ്പുറത്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന കണക്ഷൻ ഇത് ഓൾറെഡി കണക്റ്റഡ് ആണ്, അത് കട്ടാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന കണക്ഷൻ മറ്റേ ഭാഗത്തിലേക്ക് പോവാതെ കട്ടാവുകയാണ് ചെയ്യുന്നത് ഇത് പ്രസ് ചെയ്യുമ്പോൾ. ഇനി കോണ്ടാക്ടറിന്റെ കോയിൽ സപ്ലൈ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കോണ്ടാക്ടർ ഓൺ ആകുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഇതിൻ്റെ NOയിൽ കൊടുക്കുന്നത് അതിൻ്റെ അടുത്ത NOൻ്റെ അടുത്ത ടെർമിനലിൽ കിട്ടുകയാണ് ചെയ്യുന്നത്.
ഇപ്പോൾ നമ്മൾ ബൾബ് ഇതിൻ്റെ പവർ NO ടെർമിനലിൽ നമ്മൾ ഇതിൻ്റെ ബൾബ് കൊടുത്തിട്ടുണ്ട്, ഫേസ് കൊടുത്തിട്ട് അടുത്ത NOന്റെ ടെർമിനലിൽ നിന്ന് നമ്മൾ ബൾബ് ഇവിടെ ബൾബിലേക്ക് സപ്ലൈ കൊടുത്തിട്ടുണ്ട്, ബൾബിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോണ്ടാക്ടർ ഓൺ ആകുമ്പോൾ ബൾബ് ഓൺ ആവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഓൺ ആക്കി നോക്കാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട് പുഷ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇത് ഓൺ ആക്കുമ്പോൾ ഇതിപ്പോൾ ഓൺ ആക്കുമ്പോൾ ഇത് ഓൺ ആകുന്നുണ്ട്. ഞാൻ പുഷ് ബട്ടണിൽ നിന്ന് കൈയെടുക്കുമ്പോഴും ഇത് ഓൺ ആയി തന്നെ നിൽക്കുന്നുണ്ട്. ആ ഓൺ ആയി നിൽക്കാൻ കാരണം ഇതിന്റെ ബൾബിലേക്കുള്ള ഈ കോണ്ടാക്ടർ ഓൺ ആയി നിൽക്കുന്നത് കൊണ്ടാണ്. കോണ്ടാക്ടർ ഓൺ ആയി നിൽക്കാൻ കാരണം ആ കോണ്ടാക്ടറിന്റെ NOയിൽ കൊടുത്തിരിക്കുന്ന കോണ്ടാക്ടറിന്റെ NOയിലൂടെ ലാച്ച് സർക്യൂട്ട് കൊടുത്തത് കൊണ്ടാണ് അത് അങ്ങനെ ഓൺ ആയി നിൽക്കുന്നത്. ഇതിനെ അൺലാച്ച് ചെയ്യാൻ സ്റ്റോപ്പ് പുഷ് ബട്ടൺ നോക്കിയിട്ട് നമുക്ക് അൺലാച്ച് ചെയ്യാവുന്നതാണ്. ഈ NOയിൽ കൊടുത്തിരിക്കുന്ന ലാച്ചിങ് സർക്യൂട്ട് വഴിയാണ് ഇത് ലാച്ച് ചെയ്ത് നിൽക്കുന്നത്, ഇത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ ഈ NOയിൽ കൊടുത്തിരിക്കുന്ന സർക്യൂട്ട് വഴി ഇത് ഹോൾഡ് ആയി നിൽക്കും. ഇത് അൺലാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് പുഷ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇത് ഓഫ് ആവുന്നതാണ്.